മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദന. ഈ ദിവസങ്ങളിൽ നാം യോസേഫിനെ പറ്റി ചിന്തിക്കുകയുണ്ടായിരുന്നു. പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടവനും അതിമുഖാന്തരം തൻ്റെ സഹോദരന്മാർ തന്നെ വെറുക്കുകയും, നാം ചിന്തിച്ച പോലെ ദൈവത്തിന് യോസേഫിനെ പറ്റി ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിന് പ്രകാരം താൻ സ്വപ്നങ്ങൾ കാണുകയും അതിൻ്റെ സഹോദരന്മാരോട് പറയുകയും, സഹോദരന്മാർ ആ സ്വപ്നങ്ങളുടെ കേൾക്കുമ്പോൾ അവനെ കൂടുതൽ പകയ്ക്കുകയും അവന് അസൂയ തോന്നി. അവനെ ഇല്ലാതാക്കണം എന്നുള്ളൊരു ചിന്താഗതിയിൽ അവർ കടന്നു വന്നു. അങ്ങനെ അവനെ ഒരു പൊട്ടക്കുഴിയിൽ ഇപ്പം യോസേഫിനെ ഇട്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നാം അത് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തെ ആധാരമാക്കിയാണ് നാം ചിന്തിക്കുന്നത്. നാം റോമർ 8:28 വായിച്ചു, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരും സർവ്വവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് നാം അറിയുന്നു. ഈ വാക്യം എത്രമാത്രം യോസേഫിനെ ജീവിതത്തിൽ അർത്ഥവത്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ യോസേഫ് പൊട്ടക്കുഴിയിലാണ്. നമുക്കറിയാം, തൻ്റെ സഹോദരന്മാരിൽ ഒരാൾ രൂബേന് സങ്കടം തോന്നി. മറ്റ് സഹോദരന്മാർ യോസേഫിനെ ഇല്ലാതാക്കണമെന്ന് ചിന്തിച്ചപ്പോൾ രൂബേൻ പറയുന്ന വാക്കുകൾ നാം വായിക്കുകയുണ്ടായിരുന്നു. 37:22 വാക്യം വായിക്കുകയുണ്ടായിരുന്നു, അവൻ്റെ മേൽ കൈവെക്കരുത്, അവനെ നമുക്ക് ഒരു കുഴിയിലിട്ട് കളയാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ യോസേഫ് ഒരു പൊട്ടക്കുഴിയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 37:26 വാക്യം, അപ്പോൾ യഹൂദ തൻ്റെ സഹോദരന്മാരോട്, നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവനെ രക്തം മറച്ചിട്ട് എന്ത് ഉപകാരം? വരുവിൻ, നാം അവനെ ഇസ്മായേലിയർക്ക് വിൽക്കാം. നാം അവൻ്റെ മേൽ കൈവെക്കരുത്, അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവുമല്ലോ എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. മിദ്യാന കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസേഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇസ്മായേലിയർക്ക് 20 വെള്ളിക്കാശിന് വിറ്റ് അവർ യോസേഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഇപ്പോൾ യോസേഫിനെ അവർ വിറ്റ് ഇപ്പോൾ യോസേഫ് മിസ്രൈമിൽ ആണ്. ആ സംഭവമൊന്നും തൻ്റെ സഹോദരനായ രൂബേൻ അറിയുന്നില്ല. രൂബേൻ തിരികെ കുഴിയുടെ അടുക്ക ചെന്നപ്പോൾ യോസേഫ് കുഴിയില്ല എന്ന് കണ്ട് തൻ്റെ വസ്ത്രം കീറി തൻ്റെ സഹോദരന്മാർ, ബാലനെ കാണുന്നില്ലല്ലോ, ഞാനിനി എവിടെ പോകേണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ രൂബേൻ വളരെ സങ്കടപ്പെട്ടു നിൽക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റ് സഹോദരന്മാർ തന്നിൽ നിന്ന് മറച്ചു വെച്ച കാര്യങ്ങൾ രൂബേൻ അറിഞ്ഞില്ല. അവർ യോസേഫിൻ്റെ നിലയങ്കി ഊരി മേടിച്ച് അതൊരു കോലാട്ടുകൊറ്റനെ കൊന്ന് അതിൻ്റെ രക്തത്തെ മുക്കി തൻ്റെ അപ്പൻ്റെ അടുക്കൽ കൊടുത്തയച്ചിട്ട് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് കണ്ടു കിട്ടിയത് നിൻ്റെ മകൻ്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു. അവനത് തിരിച്ചറിഞ്ഞ് ഇതെൻ്റെ മകൻ്റെ അങ്കി തന്നെ, ഒരു ദുഷ്ടമൃഗൻ അവനെ തിന്നുകളഞ്ഞു, യോസേഫിനെ പറിച്ച് കീറിപ്പോയെന്ന് പറഞ്ഞു. യാക്കോബ് വസ്ത്രം കീറി അരയിൽ 8 ശീല ചുറ്റി ഏറിയ നാൾ തൻ്റെ മകനെ ചൊല്ലി ദുഃഖിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട, ഇതൊക്കെയാണ് യോസേഫിൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തെല്ലാം പ്രതികൂലങ്ങളിലൂടെയാണ് യോസേഫ് ഇപ്പോൾ കടന്നു പോകുന്നത്. അങ്ങനെ തൻ്റെ പിതാവ് തന്നെ കുറിച്ച് ദുഃഖിച്ചു. എല്ലാം അങ്ങനെ അവൻ്റെ പുത്രന്മാരും എല്ലാം അവനെ ആശ്വസിപ്പാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സല്ലാതെ അവൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ മിദ്യാന്യർ അവനെ മിസ്രൈമിൽ ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായ അകമ്പടി നായകനായ പോത്തിഫറിന് വിറ്റ്. അപ്പൻ ഭവനത്തിൽ ഇങ്ങനെ യോസേഫിനെ പറ്റി ദുഃഖിച്ചും ഭാരപ്പെട്ടിരിക്കുകയാണ്. കാരണം യാക്കോബിന് യോസേഫിനെ വളരെ ഇഷ്ടമായിരുന്നു, താൻ വളരെയധികം സ്നേഹിച്ചു. അപ്പോൾ താൻ സ്നേഹിക്കപ്പെട്ട മകൻ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ യാക്കോബിന് വളരെ ദുഃഖവും പ്രയാസമുണ്ട്. പ്രിയപ്പെട്ട, ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ദുഃഖങ്ങളും ഭാരങ്ങളും കടന്നു വരും. നാം അറിയാം, തൻ്റെ ഇഷ്ടമകൻ നഷ്ടപ്പെട്ടു പോയെന്ന് കേട്ടപ്പോൾ വളരെയധികം യാക്കോബ് ദുഃഖിച്ച്. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യ ജീവൻ നയിക്കുന്ന വിശ്വാസി ദിവസേന തെറ്റിപ്പോകുമ്പോൾ നമ്മുടെ പിതാവ് എത്രമാത്രം വേദനിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ട വളരെ ആവശ്യമാണ്. അപ്പോൾ നാം വളരെ ഭയത്തോടെ നമ്മൾ ക്രിസ്ത്യ ജീവിതം നയിക്കണം. അപ്പോൾ പോത്തിഫറിന് യോസേഫിനെ വിറ്റായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ യോസേഫ് പോത്തിഫറിൻ്റെ ഭവനത്തിലാണ്. അപ്പോൾ യോസേഫ് കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങളൊക്കെ എത്ര പ്രതികൂലമാണ്. തൻ്റെ ജീവിതം താൻ ഒരിക്കലും
ഒരിക്കലും ചിന്തിക്കാത്ത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഒരു വിശ്വാസി അതുപോലെയാണ്. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരും. അപ്പോൾ നാം ചിന്തിക്കാത്ത വഴിയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതിൻ്റെ മധ്യത്തിലൊക്കെ ദൈവത്തിൻ്റെ ഒരു വഴി തുറക്കും. അതുകൊണ്ടാണ് നാം റോമർ 8:28 വായിച്ചത്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് നാം അറിയുന്നു. യോസേഫിൻ്റെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കായെന്ന് നമുക്ക് ചിന്തിക്കാം. ഈ വാക്യം എത്രമാത്രം യോസേഫിൻ്റെ ജീവിതത്തിൽ അർത്ഥവത്താകുന്നുവെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ ചിന്തിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.